എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം സ്ക്രീനിൽ കാണുന്ന ഞാൻ ഡെയിലി ഇപ്പം ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് യൂസ് ചെയ്ത നമുക്ക് ചാൻസ് വന്ന ഷെയറിൻ്റെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് നാളത്തേനുള്ള ഷെയറുകൾ ആദ്യം കാണിച്ചതിന് ശേഷം ഇന്നത്തെ ഷെയറിനകത്ത് ഏതൊക്കെ ഷെയറിന് നല്ല ചാൻസ് കിട്ടിയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇതെന്താ കാര്യമൊന്ന് മനസ്സിലാകത്തില്ല. അപ്പം അവർക്ക് അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ഇതിൻ്റെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനായിട്ടൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്ന്. അതിൻ്റെ അനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം മാത്രം ഞാൻ ഈ പറയുന്ന രീതിയിൽ ട്രേഡ് എടുക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ടൈം എടുക്കുക ഇച്ചിരി. അപ്പം ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഷെയറുകളാണ് നാളത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോർമൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പം നല്ല ഹൈ വോളിയത്തിൽ കയറിപ്പോയ ഷെയറുകളാണ് എടുത്തു വെക്കുന്നത്. അതിൽ നമ്മൾ ഷോർട്ട് സെല്ലാണ് നമ്മൾ പറയുന്ന ലെവലുകളിൽ വരുമ്പോൾ ഷോർട്ട് സെല്ല് ചെയ്യുക. അപ്പം ഇന്നത്തെ ഈ ഷെയറിനകത്ത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഇത് ഇന്നത്തെ ഹൈ ആണ്. ഇതിൻ്റെ റെസിസ്റ്റൻസ് ലെവലുകളാണിത്. ഈ ബ്ലൂ ലെവല് R1 R2 R3 S1 S2 S3 4 എന്ന് പറയുന്ന സപ്പോർട്ട് ലെവല്. ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇന്ന് ഓൾറെഡി മൂവ്മെന്റ് ഇത് കണ്ടില്ലേ, പെർസെൻറ്റേജ് കണ്ടില്ലേ, നല്ല പെർസെൻറ്റേജിൽ നല്ല വോളിയത്തിലാണ് ഷെയറുകൾ കയറിയേക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഒന്നുകിൽ ഇന്നത്തെ ഹൈയുടെ മുകളിൽ വന്നതിന് ശേഷം താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുത്തിട്ട് അന്നേരം വന്ന ഹൈയിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. അതല്ല ഈ ഷെയർ വന്നിട്ട് R1 ലെവലിലോട്ട് പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അല്ലെ R2 ലെവലിൽ പോയിട്ടാണ് ഇറങ്ങുന്നത്, ഏത് ലെവലിൽ നിന്നാണ് ഫസ്റ്റ് റിവേഴ്സ് ആവുന്നത് അവിടെയാണ് എൻട്രി എടുക്കുന്നത്. അപ്പം ഇതിനകത്ത് നാളെ നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകൾ ഇത്രയുമാണ്. 19 ഷെയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 19 ഷെയറിൽ എനിക്ക് തോന്നുന്നത് ഈ IRFC പിന്നെ ഇതിൻ്റെ ഈ ഹയർ ലെവലിൽ നിന്നോ അതല്ല എങ്കിൽ R1 ലെവലിൽ നിന്നൊക്കെ തിരിയാൻ നല്ല ചാൻസ് കൂടുതലാണ്. ഈ IRFC അതുപോലെ പിന്നെ ഈ ടൈം ടെക്നോ എന്ന് പറയുന്ന ഷെയർ ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് താഴെ വരും, അതല്ല എങ്കിൽ ഈ R1 ലെവലിൽ പോയിട്ടായിരിക്കും വരുന്നത്. ഈ R2 ലെവലിൽ പോകാനുള്ള ചാൻസ് കാണുന്നില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയില്ല നാളെ ഇനി എന്താകുമെന്ന്. നാളത്തെ മോർണിംഗിൽ നല്ല ഹെവി ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. പിന്നീട് നമുക്ക് ഇതിനകത്ത് RVNL എന്ന് പറയുന്ന ഷെയർ, ഈ ഷെയറും അതുപോലെ തന്നെ ഒന്നുകിൽ ഇതിൻ്റെ നാളെ അത്ര സ്ട്രെങ്ത് കാണാൻ ചാൻസ് കുറവാണ്. ഈ RVNL, IRFC, GMDC, ഈ പബ്ലിക് സെക്ടർ കമ്പനിക്കകത്തല്ല, അത് ഇന്നലെയൊക്കെ നല്ല രീതിയിൽ താഴോട്ട് പോയതിനു ശേഷം ഇന്നൊരു റിലീഫ് റാലി തന്നതായിട്ട് എനിക്ക് തോന്നുള്ളൂ. അപ്പോൾ ഈ ഷെയറുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് IRFC, പിന്നെ RVNL, ഇർക്കോൺ എന്ന് പറഞ്ഞ ഷെയർ, GMDC, പിന്നെ ഈ ഷെയറുകളൊക്കെ ഇന്നത്തെ ഹൈയുടെ മുകളിൽ പോയിട്ടോ അതല്ലെങ്കിൽ R1 ലെവലിൽ പോയിട്ടോ ഇറങ്ങും. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. IRFC, പിന്നീട് ഇർക്കോൺ. ഇന്നലത്തെ ഒരു ഡൗൺ ട്രെൻഡിന്റെ ഒരു റിലീഫ് റാലി തന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ R1ഉം പ്രീവിയസ് ഡേ ഹൈയും ഒക്കെ ഒരേ സ്ഥലത്ത് ഏകദേശം അടുത്തടുത്തായിരിക്കും. അപ്പോൾ ആ റേഞ്ചിൽ നിന്ന് അത് തിരിയും, താഴോട്ട് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ ഈ മാർക്സൻസ് ഫാർമ എന്ന് പറയുന്ന ഷെയർ, മാർക്സൻസ് ഫാർമ ഇതുണ്ടല്ലേ 166 റേഞ്ചിലോ അല്ലെങ്കിൽ ഈ ഇന്നത്തെ ഹൈയുടെ മുകളിൽ വന്നിട്ടോ തിരികെ താഴെ പോകാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ വേറെ ഷെയർ ഈ ബോറോസിൽ എന്ന് പറയുന്ന ഈ ഷെയറിന്റെ റിസൾട്ട് ബേസ്ഡ് മൂവ്മെന്റ് ആണ്. എന്നാലും ശ്രദ്ധിക്കുക, അതിൽ 400 റേഞ്ചിൽ നിന്നൊരു സെല്ലിങ് കിട്ടാനൊരു ചാൻസ് ഉണ്ട്. അതുപോലെ താജീവിക്കയും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ ഷെയർ സ്ട്രോങ് ആണ്, പക്ഷെങ്കിൽ ചെറിയ ചാൻസ് എടുക്കാവും. ഒന്നുകിൽ ഇത് ഈ R1 ഈ ഹൈ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ ഒരു ചാൻസ് എടുക്കുക, പക്ഷേ എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് പെട്ടെന്ന് മാറണം. ഇതെൻ്റെ ഒരു കാൽക്കുലേഷൻ. ഇത് വരും ദിവസങ്ങളിൽ 400 രൂപയുടെ മുകളിൽ പോകാൻ ചാൻസ് ഉള്ള ഷെയറാണിത്. അതുപോലെ ഈ നെയ്വേലി ലിഗ്നൈറ്റ് എന്ന് പറയുന്ന ഷെയർ 250-55 പോയിട്ട്
താഴെ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഷെയറുകൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ജസ്റ്റ് ഇത് മുഴുവനും സ്ക്രീനിൽ ഇടുക. അതിനുശേഷം പ്രീ ഓപ്പണിംഗിൽ ഏതൊക്കെ ഷെയറാണോ പ്ലസ്സിൽ ഇരിക്കുന്നത് ആ ഷെയറെല്ലാം ഒരുമിച്ച് എടുത്തിട്ടിട്ട് അതിൻ്റെ R1 ഇന്നത്തെ ഹൈ വില ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് അന്നേരം മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ ഷീറ്റ് നമ്മളൊരു ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഏത് ഷെയറാണോ ലെവലിൽ വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങുന്ന ചാൻസ് എടുക്കുക. ഇന്ന് എന്താണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും വന്നിട്ട് പ്ലസ്സിലായിരുന്നു. നിഫ്റ്റി 0.59%, ബാങ്ക് നിഫ്റ്റി 1.36. അപ്പോൾ അതിലും വലിയ ഒരു സ്ട്രെങ്ത് ഒന്നും ഇല്ല. പിന്നെ അറിയില്ല, എന്തായാലും ലൈവ് മാർക്കറ്റ് ഇരിക്കുന്നവർക്ക് അത് ആ നേരത്തെ അനുസരിച്ച് നമുക്ക് സിറ്റുവേഷൻസിന്റെ അനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കണം. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണം എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് ഇപ്പം ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ക്ലോസിങ് ഈ റേഞ്ചാണ്, R1 45,895 ആണ്. അപ്പോൾ ഇതിനകത്ത് അതുപോലെ തന്നെ നമുക്ക് ഈ റേഞ്ചിൽ കാണിക്കുന്നത് തന്നെ എടുക്കും. നല്ലൊരു ഹൈയിൽ ഓപ്പണിങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ R1 എന്നോ പ്രീവിയസ് ഡേ ഹൈ ഇത് സ്പോട്ടിലാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിനകത്ത് പ്രീമിയത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മളത് നോക്കി വേണം ട്രേഡ് എടുക്കാൻ. സ്പോട്ടിലെ അനുസരിച്ച് ഈ റേഞ്ചിന് മുകളിൽ പോകുമ്പോൾ ആ സമയത്തെ പിന്നെ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് നോക്കുക, അതുപോലെ ഓപ്ഷൻ്റെ റേഞ്ച് നോക്കുക. എന്നിട്ട് ഇപ്പം R1 റേഞ്ചൊക്കെ വന്നിട്ട് തിരിയുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പുട്ട് ഓപ്ഷൻ എടുക്കാം. അതുപോലെ ഈ ഹൈ വന്നിട്ടാണ് തിരിയുന്നതെങ്കിൽ അവിടെയും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഷെയറുകളാണുള്ളത്. ഞാൻ പറയുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ശ്രദ്ധിക്കുക, ഐ ബട്ടണിൽ കൊടുക്കുന്ന വീഡിയോ ശ്രദ്ധിക്കുക. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പറയുന്ന പോലെ ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് തന്നിരുന്ന ഷെയറുകളായിരുന്നു. ഇത്രയും ഷെയറുകളായിരുന്നു ഞാൻ ഇന്നത്തെ ദിവസം എടുത്തിരുന്നത്. ഇതിനകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ RVNL ഇർക്കോ എന്ന് പറയുന്ന ഈ 2 ഷെയറും ഈ ലോ അടിച്ചിട്ട് ഇന്നലത്തെ ഈ ലോ അടിച്ചിട്ട് ഈ ലോ അടിച്ചിട്ട് 26.15 എന്നുള്ള ലോ അടിച്ചിട്ട് തിരിച്ച് കയറി വരുവാണെങ്കിൽ ബൈ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം അത് 10-11% കയറിപ്പോയി. ഇർക്കൊണ്ടൊന്നും ഈ ലോ വന്നില്ല. അതിനു മുന്നേ ഏകദേശം ലോയ്ക്ക് അടുത്ത് വന്നിട്ട് തിരിച്ച് കയറിപ്പോയി. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിക്കാം. പിന്നെ ഇവിടെ നമ്മൾ 17 ഷെയർ എടുത്തിരുന്നു. അതിൽ നമുക്ക് 7-8 ഷെയർ നല്ല രീതിയിൽ ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആവറേജിൽ ഒരു 4 ഷെയർ, അല്ലാതെ നോർമൽ ചെയ്യുന്ന രീതിയിൽ ഒരു 6 ഷെയറോളം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ഒരു 5-6 ഷെയർ നമുക്ക് നല്ല രീതിയിൽ ട്രേഡിങ്ങിന് കിട്ടും. അപ്പം RVNL ഇർക്കോൺ എന്ന് പറഞ്ഞ ഷെയർ പ്രീവിയസ് ഡേ ലോയുടെ താഴെ പോയി, പക്ഷെ ഏകദേശം അടുത്ത് വന്നിട്ട് തിരിച്ച് കയറിപ്പോയി. പക്ഷെ RVNL ഞാൻ പറഞ്ഞ പോലെ തന്നെ വന്നു. RVNL ഇതുണ്ടല്ലേ, ആ ഫസ്റ്റ് ക്യാൻഡില് വന്നിട്ട് പ്രീവിയസ് ഡേ ലോയെ അടിച്ചിട്ട് തിരിച്ചു കയറി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന പ്രീവിയസ് ഡേ ലോ വന്നിട്ട് തിരിച്ചു കയറുകയാണ്, ബൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഈ റേഞ്ചിൽ 226 റേഞ്ച് ബൈ ചെയ്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 227 റേഞ്ചിലൊക്കെ ബൈ ചെയ്തായിരുന്നെങ്കിൽ അത് 256 വരെ പോയി. പക്ഷെ ഇന്നലത്തെ ഹൈ അടിച്ചിട്ടില്ല. അപ്പം ഇത് നോക്കുക. ഇത് നാളെ ഇതിനകത്തെല്ലാം സെല്ലിങ് ചാൻസ് ആയിരിക്കും. അതുപോലെ നമുക്ക് ജൂബിലന്റ് ഇൻഡസ്ട്രീസ് R1 അടിച്ചതിന് ശേഷം ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ, ഞാൻ എൻട്രി ഇട്ട് നോക്കി, പക്ഷെ പെട്ടെന്ന് ഇറങ്ങിയാണ്ട് കിട്ടിയില്ല. 764, 63 ആ റേഞ്ചായി. 60 റേഞ്ചിൽ എടുക്കാൻ പറ്റിയായിരുന്നു. ഈ 63 എടുത്തായിരുന്നെങ്കിൽ 704, 60 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് അതിനകത്ത് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ അജ്മേറ എന്ന് പറയുന്ന ഷെയർ, ഇത് ജസ്റ്റ് കാണിക്കുന്നേ, പുതിയ ആൾക്കാർക്ക് വേണ്ടി കാണിക്കുന്നേ ഉള്ളൂ. നേരത്തെ കണ്ടു മനസ്സിലാക്കിയവരൊക്കെ ഇത് കാണേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്ത് കളയുക. ഇതും പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ വരെ വന്നിട്ട് നോക്കിയാൽ മതി. കണ്ടില്ലേ, ഹൈ അടിച്ചിട്ട് ഇറങ്ങി. ഇവിടെ 703 റേഞ്ച് എടുത്തായിരുന്നെങ്കിൽ നമുക്ക് 10-15 മിനിറ്റുള്ള ഏകദേശം 40 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ജിൻഡാൽ വേൾഡ്, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഇവിടെ നോക്കിയാൽ മതി. CPR ഉണ്ടോ,
R1 വന്നിട്ട് ഈ റേഞ്ചിൽ നിന്ന് 357 റേഞ്ചിൽ നിന്ന് ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ 10 മിനിറ്റുകളിൽ തന്നെ 17 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം RML എന്ന് പറയുന്ന ഷെയർ ആവറേജ് വന്നാൽ ട്രേഡ് എടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. R1ന്റെ ആവറേജ് വന്നിട്ട് RML 847. അത് ഓപ്പണിംഗ് RML ഈ ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു 858. നമ്മൾ 847 താഴെ പോകുമ്പോഴേ ഈ റേഞ്ചിന് താഴെ പോകുമ്പോഴേ എടുക്കത്തുള്ളൂ. 847 റേഞ്ച് ഇവിടുന്ന് പോയ എൻട്രി എടുത്താൽ 820 വരെ 27 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്. വീണ്ടും അത് 44 ഒക്കെ വരുന്നുണ്ട്. വീണ്ടും 47 മുകളിൽ വന്നിട്ട് വീണ്ടും നല്ലപോലെ ഇറങ്ങിപ്പോകുന്നു. 2-3 പ്രാവശ്യം അതിനകത്ത് ട്രേഡ് എടുക്കായിരുന്നു. അതുപോലെ സാൽസർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ ഷെയറിന്റെ ആവറേജ് വന്നിട്ട് 530.94. അപ്പോൾ 530 റേഞ്ച് നമുക്ക് എൻട്രി എടുക്കാം. അത് 532 വരെ പോയി. നമ്മൾ 30 ആ റേഞ്ചിലോട്ട് എൻട്രി എടുത്താൽ 30 റേഞ്ച് എടുത്താൽ നമുക്ക് 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 507 23 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം സ്ട്രൈഡ്സ് ആർക്കോ ഫാർമ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. ഇവിടുന്ന് നമ്മൾ 758 റേഞ്ചിൽ നിന്ന് എൻട്രി എടുത്താൽ 717 40 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. അതിനുശേഷം അമൃതാഞ്ജൻ എന്ന് പറയുന്ന ഷെയർ അമൃതാഞ്ജനും നമ്മൾ ആവറേജാണ് പറഞ്ഞിരുന്നത്. അമൃതാഞ്ജൻ 653 ലെവലില് 658 വന്നു. ഈ 53 ലെവലിൽ നിന്ന് എൻട്രി എടുക്കണം. 53 എൻട്രി എടുത്താല് അത് പക്ഷെ കുറച്ചു നേരം അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഹൈ അടിക്കാതെ നമ്മൾ ഹൈയുടെ കൂടി സ്റ്റോപ്പ് ലോസ് ലാസ്റ്റിൽ അത് 636 വരെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിലെ കാര്യങ്ങൾ. അപ്പോൾ നാളെ ഞാൻ ആദ്യം പറഞ്ഞ ഷെയറുകൾ ശ്രദ്ധിക്കുക. അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഷെയറിനകത്ത് ചാൻസ് നോക്കുക ഫസ്റ്റ്. അതിനുശേഷം ബാക്കിയുള്ള ഷെയറിനകത്ത് നോക്കുക. ഏത് ഷെയറിനകത്താണ് നല്ല മൂവ്മെന്റ് വരുന്നത്. നല്ല മൂവ്മെന്റ് ഉള്ള ഷെയറിനകത്ത് ട്രേഡ് എടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് വിടുക. ഈ നിരങ്ങിയിരിക്കുന്ന ഷെയറിനകത്തൊക്കെ എടുത്താൽ ചിലപ്പോൾ വൈകുന്നേരം വരെ വെച്ചുകൊണ്ടിരിക്കുന്നാലായിരിക്കും ചിലപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പം നല്ല മൂവ്മെന്റ് ഉള്ള ഷെയറിനകത്ത് ചാൻസ് എടുക്കാൻ ശ്രമിക്കുക ലെവലൊന്ന് കട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. ബൈ.